നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി മുന്നണികൾ ഏതൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തും എന്ന ആശങ്കയും ചർച്ചകളുമൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ UDF കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയും പ്രചാരണത്തിന് തുടക്കമിടുകയും ഒക്കെ ചെയ്തു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ LDFന്റെ ആ സർപ്രൈസ് സ്ഥാനാർത്ഥി കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് മത്സരിക്കും എന്ന് അറിയാൻ കഴിയുന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇതോടെ നിലമ്പൂരിൽ മത്സരം കടുക്കുമെന്ന് ഉറപ്പായി. രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് എന്നും PV അൻവർ പാർട്ടിയെ ഒറ്റുകൊടുത്ത യൂദാസാണ് എന്നും MV ഗോവിന്ദൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതികരിച്ചു. രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. സഖാവ് കുഞ്ഞാലിയുടെ നാടാണ്. PV അൻവർ ഇടതുമുന്നണിയെ വഞ്ചിച്ചു. കാലുപിടിക്കുമ്പോൾ മുഖത്ത് ചളിവാരി എറിയുന്നു എന്നാണ് അൻവർ UDFനെ കുറിച്ച് പറഞ്ഞത്. അൻവറിന്റെ ദയനീയ ചിത്രം കേരളം കാണുന്നുണ്ട് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയെയും സർക്കാരിനെയും താറടിച്ച് മുന്നണി വിട്ട അൻവറിനെതിരെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കണമെന്ന വികാരം പ്രവർത്തകർക്കിടയിൽ ശക്തമായിരുന്നു. അങ്ങനെയാണ് ഒടുവിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന തീരുമാനത്തിൽ CPIM എത്തുന്നതും യുവമുഖവും നിലമ്പൂർ സ്വദേശിയും കൂടിയായ സ്വരാജിനെ ഗോദയിലിറക്കുന്നതും അങ്ങനെയാണ്. 2016 പാർട്ടി സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയ M സ്വരാജ് 2021 K ബാബുവിനോട് പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. തുടർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിയമ പോരാട്ടം നടത്തിയെങ്കിലും K ബാബുവിന്റെ വിജയം സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു. നിലവിൽ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററാണ് M സ്വരാജ്.